നമുക്കെല്ലാവർക്കും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം എഴുതാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ അധ്യായത്തിൽ താൻ പറയുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനം. അത് പറയാൻ ഒരു കാരണമുണ്ട്. അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അവരുടെ ഇടയിൽ ചില ആളുകൾ അങ്ങനെ ചിന്തിച്ചിരുന്നു, അങ്ങനെ സംസാരിച്ചിരുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നില്ല. ഈ ലോകത്തിൽ പല വിശ്വാസങ്ങളുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്, പല ഫിലോസഫീസുണ്ട്. അത് എല്ലാ കാര്യത്തിലും ഉണ്ട്. ഏറ്റവും സുരക്ഷിതം എന്ന് പറയുന്നത് വേദപുസ്തകം എന്ത് പറയുന്നു എന്നുള്ളത് വിശ്വസിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടും, പ്രത്യേകിച്ചും ദൈവദാസന്മാരാണ്. വേദപുസ്തകം എന്ന് പറയുന്നു. എനിക്ക് ചില സമയത്ത് ഓർമ്മയുണ്ട്, ചില വിശ്വാസികൾ എന്നോട് ചോദിക്കുമ്പോൾ വലിയ ബഹുമാനം തോന്നും. അങ്ങനെയല്ലല്ലോ വേദപുസ്തകം പറഞ്ഞു. യെസ്, അതായിരിക്കണം നമ്മുടെ രീതി. ഒരു ദൈവദാസൻ അല്ലെങ്കിൽ വേറൊരാൾ ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ ബൈബിളിൽ കാണുന്നത് എന്ന് പറയാൻ കഴിയണം. മരണത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ച് പല ചിന്തകളുണ്ട്. എന്നാൽ വേദപുസ്തകം എന്ന് പറയും. അന്നത്തെ കാലത്തുണ്ടായിരുന്ന വ്യത്യസ്ത ചിന്താഗതികളിൽ ഒന്ന്, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നില്ല. അത് എപ്പിക്യൂരിയൻസ് എന്ന് പറയുന്ന ആളുകൾ അതിൻ്റെ പ്രചാരകരാണ്. ഇതോടുകൂടെ ഭൂമിയിൽ ഉള്ള ജീവിതത്തോടെ അവസാനിക്കും. അതുപോലെ തന്നെ യഹൂദന്മാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സദൂക്യർ, സാദുസീസ്. അവരും വിശ്വസിച്ചിരുന്നത് പുനരുത്ഥാനമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ സദൂക്യർ വന്ന യേശുവിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ഒരിക്കലും ഒരു ചോദ്യം ചോദിച്ചു. ഒരു മനുഷ്യന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, മനുഷ്യൻ മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചു. അങ്ങനെ അയാൾ മരിച്ചു. അങ്ങനെ 7 പേര് അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതിനാരുടെ ഭാര്യയായി, അതൊക്കെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അവർ വിശ്വസിക്കുന്നില്ല ഇവിടുത്തെ നിൽപ്പുള്ളത്. അങ്ങനെയുള്ളൊരു ചിന്താഗതി. ഈ ജീവിതത്തോടുകൂടെ ജീവൻ അവസാനിക്കും. മറ്റൊരു ചിന്താഗതി എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പുണ്ട്, പക്ഷേ നമ്മൾ ഈശ്വരനിൽ, ദൈവത്തിൽ ലയിക്കുക, പിന്നെ നമുക്ക് അസ്തിത്വമില്ല. മൂന്നാമത്തെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, അത് സഭയിൽ വളരെ പ്രബലമായിരുന്നു. പൗലോസ് പല ലേഖനങ്ങളും എഴുതുമ്പോൾ അല്ലെങ്കിൽ എഴുതാനുള്ള കാരണം ഈ ചിന്താഗതി, നോസ്റ്റിസിസം എന്ന് പറയും, ജ്ഞാനവാദം. അപ്പോൾ അത് പടിപടിയായിട്ടുള്ള രൂപാന്തരം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള പടിപടിയല്ല, മരിച്ചതിന് ശേഷം വേറെ തലത്തിലേക്ക് വന്നിങ്ങനെ പോകുന്നു. അങ്ങനെ രക്ഷ എന്ന് പറയുന്നത് അപ്രാപ്യമായൊരു കാര്യമായിട്ട് മാറുന്നൊരു ചിന്താഗതി. ഇതൊക്കെയാണ് ലോകത്തിലുള്ള ചിന്തകൾ. അപ്പോൾ മരണത്തോട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ചിന്തകളുണ്ട്. എന്നാൽ വേദപുസ്തകം എന്ത് പറയുന്നു? അതാണ് ഈ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് ഈ 15-ാം അധ്യായം എല്ലാ വാക്യപ്രതിവാക്യമായിട്ട് ഞാൻ പറയുന്നില്ല, നമുക്കൊന്ന് വായിച്ചു പോകാം. 1-ാമത്തെ വാക്യമുണ്ട്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. അപ്പോൾ 1-ാമത്തെ ഭാഗത്ത് പറയുന്നത്, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചതും നിങ്ങൾ സ്വീകരിച്ചതും നിലനിൽക്കുന്നതുമായ സുവിശേഷം. വ്യത്യസ്തമായ സുവിശേഷങ്ങൾ പ്രചരിക്കപ്പെടുന്നുണ്ട്, വ്യത്യസ്തമായ സുവിശേഷങ്ങൾ വിശ്വസിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം
ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഈ സുവിശേഷമാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത്. ഓർക്കണം, ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോകും എന്നുള്ള സന്ദേശം പറയാൻ വേണ്ടിയാണ്. 19ാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കും. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഓക്കെ, ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളിൽ ഒന്നാണ് ഇത്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, എന്തിനാ ഇങ്ങനെ ആവർത്തിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? കേൾക്കുന്ന ആളുകൾക്കൊക്കെ മടുക്കത്തിൽ ഈ ബിജുവിന് വേറെ പണിയൊന്നും ഇതെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ മടുപ്പ് വരാത്തിന് കാരണമുണ്ട്. നമ്മളിത് കേൾക്കുകയും പറയുകയും ചെയ്തെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. അതായത് എന്ത് വിശ്വസിക്കുന്നില്ല? ഞാൻ ഈ ഭൂമിക്കുള്ളവൻ അല്ല. അത് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കും. ഒരു 1/2 സെന്റ് ഭൂമിക്ക് വേണ്ടി സുപ്രീം കോടതി വരെ പോകാൻ തയ്യാറാകുന്ന നമ്മൾ പാടി മണ്ണെ പ്രതി മാണിക്യം. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് തെളിയിക്കണം. നമുക്ക് തന്നെ തോന്നാം ചില സംഭവങ്ങളുള്ള ബന്ധത്തിൽ ഞാൻ ഈ ലോകക്കാരൻ. ഇവിടെ പറഞ്ഞത് എന്താണ്? നാം ഈ ജീവിതത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അപ്പൊ പൗലോസിനോട് പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല, നമ്മൾ ഒരു ദിവസം മരിക്കും. പിന്നെ എന്ത് സംഭവിക്കും? ഉയർത്തെഴുന്നേൽക്കും. മരിച്ചതോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. നമ്മളെല്ലാവരും അതിടയ്ക്കൊക്കെ പറഞ്ഞു, മരണത്തിൽ ഇത്രയധികം നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ ദൈവം വെച്ചിരിച്ച സിസ്റ്റങ്ങളുണ്ട്. എന്താണ്? വെള്ളത്തിൽ വീണാൽ എത്ര മരിക്കാൻ കൊതിക്കുന്നതിന് കൈകാലിട്ടടിക്കും. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു രീതിയാണ്, ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു ഫങ്ഷനാണ്. അത് അറിയാതെ സംഭവിക്കുന്നതാണ്. പക്ഷെ എനിക്ക് ചോയ്സ് ഉള്ള ചില കാര്യങ്ങൾ, ഇതെൻ്റെ ചോയ്സ് അല്ല. ചോയ്സ് ഉള്ള കാര്യം എന്താണ്? ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ ലോകക്കാരൻ അല്ല. ചില കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ചൂസ് ചെയ്യാം. പോട്ടെ, എനിക്കത് കിട്ടിയില്ലെങ്കിൽ സാരം ഇല്ല. ഈ മണ്ണിന് വേണ്ടി ഞാൻ മാണിക്യം, ഈ മണ്ണിന് വേണ്ടി മാണിക്യം കളയാതിരിക്കണമെങ്കിൽ മാണിക്യം ഒന്ന് കാണണം. മാണിക്യം കണ്ടതിൻ്റെ തെളിവ് എന്താണെന്നറിയോ? മാണിക്യം കണ്ടതിൻ്റെ തെളിവ് എന്താണെന്നറിയാമോ? മക്കളോട് പറയും, വേറെ ആരും കേൾക്കാതെ മക്കളോട് പറയും. നമ്മൾ മക്കളോട് പറയുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം ഞാൻ പാറശാലയിൽ പോയി മെസ്സേജ് പറഞ്ഞപ്പോൾ പാറശാലക്കാരുടെ സത്യം പറഞ്ഞു. ബിജു പറഞ്ഞ തിരുവനന്തപുരത്തുകാരുടെ പ്രത്യേകത, ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതൊന്നും. എംടെക് കഴിഞ്ഞവൻ 2 വർഷമായിട്ട് കോച്ചിങ്ങിന് പോവാണ്. എന്തിനാണെന്നറിയോ? ഗവൺമെന്റ് ജോലി കിട്ടുമെന്നല്ല. തലമുറയോട് നമ്മൾ പറഞ്ഞു. എന്തു പറഞ്ഞു? മാണിക്യം കണ്ടതിന്റെ തെളിവ് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എന്ത് പറയുന്നു? മോനെ, ഇതൊക്കെ ചപ്പാടാ, ഇതൊക്കെ ചവറാടാ. പക്ഷെ നമ്മൾ ഞായറാഴ്ച പാടും, മണ്ണെ പ്രതി മാണിക്യം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഒരു അധ്യായം പൗലോസ് പറയുകയാണ്. അപ്പോൾ സുവിശേഷം, അവർ കേട്ട സുവിശേഷം എന്താണ്? യേശുക്രിസ്തു ഭൂമിയിൽ വന്നു, പാപികൾക്ക് വേണ്ടി മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടവരല്ല. ഈ ലോകത്തിലുള്ളതൊക്കെയും താൽക്കാലികം. അല്പം അപ്പം വിശപ്പിന്, സ്വല്പം വെള്ളം ദാഹിക്കും. ഇത് നമ്മളെ കണ്ട് ലോകം പഠിക്കണം. ഓക്കെ, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. 5-ാം വാക്യം. പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു.
അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. തുടർന്ന് പൗലോസ് പറയുകയാണ്, ഈ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലർ കണ്ടു. 12 അപ്പോസ്തലന്മാർ കണ്ടു. ഒടുവിൽ ഞാനും കണ്ടു. ഇത് കെട്ടുകഥ പറയല്ല. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ കണ്ടു. അത് പറയുന്ന കൂട്ടത്തിൽ അതിനോട് ബന്ധമില്ലാത്തതെന്ന് തോന്നുന്നൊരു കാര്യം പൗലോസ് പറയുകയാണ്. എന്താ പറയുന്നത്? 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഇവർക്കൊക്കെ, പത്രോസിന്, യാക്കോബിന്, ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു. ഒടുവിൽ എനിക്കും പ്രത്യക്ഷപ്പെട്ടു. അത് പറഞ്ഞിട്ട്, അതായത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഞങ്ങൾ കണ്ടു എന്നത് പറഞ്ഞിട്ട് അതിനോട് ബന്ധമില്ലാത്തൊരു കാര്യം പൗലോസ് പറയുകയാണ്. എന്താണ്? 9-ാമത്തെ വാക്യം. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. ഓക്കെ, എന്തിന് ഈ അസ്ഥാനത്ത് പൗലോസ് പറയുന്നു? പൗലോസ് പ്രശംസ ലഭിക്കുന്ന എന്തെങ്കിലും കാര്യം പറയുന്നതിന് മുൻപ് പൗലോസ് ഇതുപോലുള്ള വാക്കുകൾ പറയാറുണ്ട്. ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കഴിച്ചു അതുകൊണ്ടാണ്, അരമണിക്കൂർ മുമ്പ് കഴിക്കാമെന്ന് പറഞ്ഞ് പാൻറ്റൊപ്പം ഒരു ടാബ്ലറ്റും കൂടി തരും. അതുപോലെ പൗലോസ് എപ്പോഴെങ്കിലും തന്നെക്കുറിച്ച് മഹത്വമുള്ളൊരു കാര്യം പറയുന്നതിന് മുൻപ് ഒരുപാട് ക്ഷമാപണം നടത്താറുണ്ട്. ഒരിക്കൽ പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടൊരു കാര്യം പറഞ്ഞു. അപ്പം എന്താ ആദ്യം തുടങ്ങിയെന്നറിയാമോ? പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല. ഇവിടെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു, ഞാനും കണ്ടു എന്ന് പറയുകയാണ്. അതിനും പൗലോസ് എന്താ പറയുന്നത്? ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവരല്ലോ. എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പെരുമാറുന്നത്? തന്നെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് അത്ര അപകടകരമായ കാര്യമാണെന്ന് പൗലോസിന് നല്ല ബോധ്യമുണ്ട്. തന്നെ പുകഴ്ത്തുക എന്നുള്ളത് അത്ര അപകടമായ കാര്യമാണെന്ന് പൗലോസിന് ബോധ്യമുള്ളതുകൊണ്ട് മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു കാര്യം പറയുന്നതിന് മുമ്പ് വളരെ ക്ഷമാപണം നടത്തുക. ഞാൻ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ്, ഞാൻ സത്യത്തിൽ അതിന് യോഗ്യനല്ല, ഞാൻ ആകുന്നത് കൃപയാലാണ്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി, മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടാനും ശ്രദ്ധിക്കപ്പെടാനും എത്ര ലാഘവത്തോടെയാണ് നമ്മൾ കാര്യം ചെയ്യുന്നത്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ, ഇതൊക്കെ പലപ്പോഴും പറഞ്ഞതാണ്, പിന്നെയും ആവശ്യം പോലെ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ആവർത്തിക്കുന്നത്. എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇടുന്ന എന്തിനാണ്. എത്ര എളുപ്പത്തിൽ ലാഘവത്തോടു കൂടിയാണ് നിങ്ങളെക്കാൾ ബഹുമാനിക്കപ്പെടാൻ, നിങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടാൻ പറ്റിയ ഒരാളാണ് ഞാനെന്ന് ഒരു പ്രയാസം നോക്കി. പൗലോസ് അങ്ങനെയല്ല. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ കൃപയാൽ അകാല പ്രജ പോലെ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. ഇനി ചെറിയവനാണെന്ന് മാത്രമല്ല, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് പോലും എനിക്ക് യോഗ്യത. പ്രിയ ദൈവമക്കളെ, നമ്മൾ ലോകക്കാരല്ല. ലോകക്കാരന് ചെയ്തോട്ടെ, അവർ അവാർഡുകൾ മുമ്പിൽ പ്രദർശിപ്പിച്ചോട്ടെ, ഷോക്കേസിൽ ഷോ കാണിക്കാനുള്ള കാര്യങ്ങൾ വെച്ചോട്ടെ, അവർ സ്റ്റേജിൽ വന്ന് നിങ്ങളെക്കാൾ ശ്രദ്ധിക്കപ്പെടാൻ, ബഹുമാനിക്കപ്പെടാൻ ഞാൻ യോഗ്യനാണെന്ന് പറഞ്ഞോട്ടെ. അവാർഡ് കിട്ടിയവരെ, റാങ്ക് കിട്ടിയവരെ മുമ്പിൽ വന്ന് പ്രശംസിച്ചോട്ടെ. പക്ഷെ അതല്ല നമ്മുടെ മാതൃക. നമ്മുടെ മാതൃക വേദപുസ്തകമാണ്, കർത്താവാണ്, അപ്പോസ്തലന്മാർ ചെയ്ത കാര്യമാണ്. ഇതൊന്നും മനസ്സിലാക്ക്. ഒരാളുടെ ഫോക്കസ് നിങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാമോ? ക്രിസ്തുവിലേക്കുള്ള ഫോക്കസ് എടുത്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. ഫോക്കസ് ഒന്നല്ലേ പറ്റുള്ളൂ. മുന്നോട്ട് വായിക്കാം. 11 മുതൽ. ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു.
ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടല്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. ഓക്കെ, ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കാം, ഇന്ന് ഞാൻ കേൾക്കുന്ന മെസ്സേജിന് എൻ്റെ ജീവിതത്തിൽ അത്ര വലിയ പ്രാധാന്യമില്ലെന്ന്. ഓരോ സമയങ്ങളിൽ കേൾക്കുന്ന സന്ദേശത്തിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ചില ആളുകൾ ഇങ്ങനെ യാത്ര പോകുമ്പോൾ അപ്പൻ മക്കൾക്ക് കൊടുത്ത് പറയും, പൈസ കൊടുക്കുമ്പോൾ പറയാം, ഈ വേണ്ട പറയും, അത് വെച്ചോ, ഒരു യാത്രയ്ക്ക് പോകുമല്ലേ, എപ്പോഴാണ് ആവശ്യം വരുന്നത് അറിയില്ല. നാളെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണോ എന്നറിയില്ല. അത് സംഭവിക്കുമ്പോഴല്ല സന്ദേശം തരുന്നേ. മരണം എപ്പോൾ വേണമെങ്കിലും വരാം. എൻ്റെ വീട്ടിൽ സംഭവിക്കാം, നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നത്. നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. എന്ത് ബോധ്യമുണ്ടാകണം? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷമാണ് ഞാൻ കേട്ടത്. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ നമ്മൾ കേട്ടിരിക്കുന്ന സുവിശേഷം എന്താണെന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇതൊക്കെ പൗലോസ് പറയുമ്പോൾ എന്തിലേക്കാണ് ഇവരുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്? വരാനുള്ളൊരു ലോകത്തിലേക്കാണ് അവരുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ലോകത്തിന് വേണ്ടി ചിന്തിക്കുക, ലോകത്തിന് വേണ്ടി സംസാരിക്കുക. ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നു. അവരുടെ മകൻ ഓൾ ഇന്ത്യ എക്സാം എഴുതുകയാണ്, പ്രാർത്ഥിക്കണം. ഞാൻ ചിന്തിച്ചു, അദ്ദേഹം എന്താ പ്രാർത്ഥിക്കാൻ എന്നോട് ആഗ്രഹിക്കുന്നത്? എന്താ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്? ദൈവഹിതം നിറവേറണമേ എന്നാണ്. ദൈവഹിതം നിറവേറാൻ ഏൽപ്പിച്ചു കൊടുത്താൽ പ്രാർത്ഥിക്കണ്ട. യേശു ഗെത്സമനാ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്? എന്ത്? നിന്റെ ഹിതം നിറവേറണം. എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്? അവിടെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം, അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കണ്ട. Give to God's hand. Then no need to pray.